ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി AK ബാറിന്റെ പുസ്തകമുണ്ടല്ലോ, അതിനോട് എങ്ങനെയാണ്? അത് വലിയ വിവാദമായി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് പ്രതിപക്ഷം അതിനെതിരെ ആരോപിക്കുന്നത്. BJP നടത്തുന്ന രാജ്യത്തെമ്പാടും വർഗീയ ധ്രുവീകരണം CPM നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ UDF-ഉം അവരും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ മുന്നണിയാണല്ലോ. പിന്നെ അതങ്ങനെ പറയും. അപ്പോൾ AK ബാറിന്റെ പുസ്തകം അംഗീകരിക്കുകയാണോ, സപ്പോർട്ട് ചെയ്യണോ? അല്ല, മുന്നണിയാണല്ലോ UDF-ഉം പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ മുന്നണിയാണല്ലോ. അതിനപ്പുറം വേറെ എന്താ നമ്മൾ പറയാൻ പറ്റുന്നത്? ഇന്നലെ രാത്രി PD സതീശൻ സീറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്ന സ്ഥലത്ത് മതമേലധ്യക്ഷന്മാരെ കാണാൻ പോയിട്ടുണ്ട്. രാത്രി ആരെയും അറിയിക്കാതെ ഔദ്യോഗിക വാഹനമൊന്നും ഉപയോഗിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് പോയത്. അത് തെരഞ്ഞെടുപ്പ് അടുക്കാനുള്ള സമയത്ത് അത് സിനഡ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്കവിടെ ചെന്ന് തടയാൻ പറ്റില്ല അയാളെ. അല്ല മിനിസ്റ്റർ, പോകാനുള്ള അവകാശമുണ്ടല്ലോ. ഇവരിൽ നിന്ന്, അതായത് കോൺഗ്രസിൽ നിന്ന് പിന്നോക്കം പോയ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ അവർക്കൊപ്പം വന്നിട്ടുണ്ട്. ആ സമുദായം ഈ ക്രൈസ്തവ വോട്ടായിരുന്നാലും ന്യൂനപക്ഷ വോട്ടായിരുന്നാലും ഞങ്ങൾക്ക് പിന്തുണ നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമില്ലല്ലോ. എന്തെങ്കിലും കാരണമുണ്ടോ? ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ആര് കേരളത്തിൽ? ക്രൈസ്തവരുടെ ഒരു പ്രശ്നം വന്ന് ആരാ സംരക്ഷിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പൂർണ്ണമായി കൈവിട്ടു. ആ വോട്ടൊന്നും അങ്ങനെയൊന്നും പോയിട്ടിരുന്നില്ല. നിൽക്കും, ഉറപ്പല്ലേ? അവരെല്ലാം അവരാരും ന്യൂനപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ആരും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന രംഗമാണല്ലോ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. ആകെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഭിന്നശേഷി സംവരണത്തെ പറ്റിയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം ഇപ്പോൾ തീർക്കും. ആ പ്രശ്നമെല്ലാം ഇപ്പം തീർന്നിരിക്കും. നിയമത്തിറങ്ങല്ലേ? അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾ പറയണം. മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടത്തിയൊരു പ്രതികരണം, നേമത്ത് മത്സരിക്കാനില്ല എന്നുള്ളത് വലിയ നിങ്ങൾക്കറിയാലോ, നമ്മുടെ പാർട്ടികളുടെ രീതി അറിയാലോ. എന്തിനാണ് നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വഷളാക്കുന്നത്? എന്നോട് അത്രയ്ക്ക് സ്നേഹക്കുറവുണ്ടോ? അതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ രീതി ഉണ്ടല്ലോ. മതി പോരെ.